സാധാരണ രാത്രികാലത്ത് മാത്രം എത്തുന്ന ഒരു അതിഥി ഇന്ന് വളരെ നേരത്തെ എത്തിയിരിക്കുകയാണ്. അപ്പം നേരത്തെ എത്തിയത് കൊണ്ടാവാം ദേ വേലിക്കൽ വന്ന് പതുക്കെ നോക്കി നിൽക്കുകയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഈ നാടായ നാട് മൊത്തം കൊമ്പന്മാരെ തേടി നടക്കുന്ന എനിക്ക് വീടിന് മുന്നിൽ ഇതുപോലൊരു കൊമ്പൻ വന്ന് നിന്നാൽ മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ ഒരു സ്ഥലം എൻ്റെ വീടാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ പറമ്പിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു കൊമ്പൻ വന്ന് നിൽക്കുന്നത്. സാധാരണ വൈകുന്നേര സമയത്താണ് ആനകളൊക്കെ പറമ്പിലേക്ക് വരാറുള്ളൂ. പക്ഷേ ഇന്ന് ഇത്തിരി നേരത്തെ എത്തിയേക്കാണ്. അവൻ അവിടെ നോക്കി നിന്നതുപോലെ നമ്മളിവിടെ നോക്കി നിന്നത് കൊണ്ടാവാം പതുക്കെ അവൻ മുന്നോട്ട് വരാണ്. കാരണം അവൻ നോക്കുമ്പോൾ നമ്മളൊരടി മുന്നോട്ടോ പിന്നോട്ടോ അനങ്ങുന്നില്ല. അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കുറേ നേരം അവനവിടെ നോക്കി നിന്നതിന് ശേഷം കേട്ടോ അവനൊരു അടിയെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഉറപ്പുണ്ട് ഇവിടെ ആളുകളുള്ളത് കൊണ്ട് ഇങ്ങടേക്ക് ഇറങ്ങില്ല എന്നുള്ളത്. അവൻ നമ്മളെ കണ്ടു കഴിഞ്ഞു. ഓൾറെഡി നമ്മളിവിടെ ഉണ്ടെന്നുള്ളത് അവൻ അറിഞ്ഞു കഴിഞ്ഞു. എന്നാലും വെറുതെ അവിടെ നിന്ന് നമ്മളെ നോക്കി പേടിപ്പിക്കുന്നതാണ്. നമ്മൾ ശല്യം ചെയ്യുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഭയങ്കര ദേഷ്യം വന്ന് നമ്മളെയും ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊന്നും ഇറങ്ങില്ല. വീടിൻ്റെ അടുത്ത് ചേർന്ന് തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആനയും ആ ഒരു ബോർഡറിൽ തന്നെ അങ്ങനെ നിൽക്കാം കേട്ടോ. വേറെ ഒന്നല്ല, അവൻ വന്നേക്കുന്നത് വീടിനടുത്ത് ചക്കയുണ്ട്. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ടാണ് അവൻ വന്ന് അങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ചക്ക സീസൺ ആണല്ലോ. അപ്പോൾ ഇവിടെയുള്ള കൊമ്പന്മാർക്കൊക്കെ കോളായി. ഇവിടെയുള്ള എല്ലാ ചക്കയും നോട്ടിട്ടിട്ടായിരിക്കും ഇവന്മാർ ഇവിടുന്ന് പോയേക്കണത്. അപ്പം നമ്മുടെ ഒരു കൊമ്പനും ദേ ചക്കയൊക്കെ നോട്ടിട്ട അങ്ങനെ നിൽക്കുകയാണ്. അല്ല, നമുക്കും ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ വീടും ഇങ്ങനെ കാടിനോട് ചേർന്നിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിലൊരു ഭാഗം ഇവർ കൊണ്ടുപോകുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതേ പതുക്കെ അത് എടുക്കാൻ വേണ്ടി വരാണ്. പക്ഷെ നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വരാനൊരു ചെറിയ പേടിയുണ്ട്. അത് ഈ ഒരു കൊമ്പനായതുകൊണ്ടാട്ടോ ഇങ്ങനെ ഒരു പേടി കാണിക്കുന്നത്. നമ്മുടെ ഗണപതി എങ്ങാനായിരുന്നെങ്കിൽ ആ ഒരു ചക്ക ഒരു കൂസലില്ലാണ്ട് ഇട്ടിട്ട് അങ്ങോട്ട് തിന്നിട്ട് പോയാന്. പക്ഷെ ഇവൻ അങ്ങനെ ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് അവിടെ നിന്ന് നോക്കി നിൽക്കുകയാണ്. ഇവൻ ഒറ്റയ്ക്കല്ല കേട്ടോ വന്നേക്കുന്നത്. ഇവൻ്റെ കൂടെ വേറൊരു ആനയുണ്ട്. അത് തൊട്ട് താഴത്തായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിങ്ങോട്ട് കയറി വന്നിട്ടില്ല. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് ധൈര്യമായേനെ. പക്ഷെ അവനിങ്ങോട്ട് കയറി വന്നിട്ടില്ലല്ലോ. അതിങ്ങോട്ട് കയറി വന്നാൽ നിങ്ങളതിനെ കാണിച്ചു തരായിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ സൗണ്ട് മാത്രമായിരുന്നു കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുറേ പേർക്ക് തോന്നാം ഇതിനൊരു പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിവിടെ നിന്ന് സ്ഥലം കാലിയാക്കി പോവില്ലേ എന്നുള്ളത്. നമ്മളങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ ഇത്ര കൂളായിട്ട് നിൽക്കുന്നത്. നമ്മൾ വരുമ്പോൾ ഇവരെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്ത് ഓടിപ്പിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഇത്ര കൂളായിട്ടായിരിക്കില്ല വന്ന് നിൽക്കുന്നത്. ഭയങ്കര കലിപ്പിട്ടിട്ടായിരിക്കും വരിക. ഇപ്പം നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ആൾക്ക് തന്നെ ഒരു ഡൗട്ട്, ഇനി ഇങ്ങോട്ട് വരണോ പിന്നെ വന്നാൽ മതിയോ എന്നുള്ള ഇതിൽ. നമ്മളിങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതലും ഫോറസ്റ്റിനെ അറിയിക്കും. അത്ര നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് ഓടിപ്പിക്കുകയാണ് ചെയ്യുക കേട്ടോ. കുറേ പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ ആന വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പുറത്ത് പോകുക എന്നുള്ളത്. നമ്മളപ്പോൾ ഫോറസ്റ്റിനെ വിളിക്കും, അവർ വരും. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആന ദേ ഇപ്പോൾ അവിടെ വന്ന് നിന്ന് അവിടുത്തെ പുല്ലൊക്കെ തിന്നാണ് നിൽക്കുന്നത്. പക്ഷേ ലക്ഷ്യം ചക്കയാണ്. അതവൻ എന്തായാലും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് നമ്മുടെ ആന അവിടെ നിൽക്കുന്നത്. അപ്പോൾ ചക്ക ഇനി എന്തായാലും പിന്നിടാം. തൊട്ട് താഴത്തൊരു ഇല്ലി നിൽക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഇനി അവിടേക്കാണ് അവൻ പോകാൻ പോണത്. അപ്പോൾ ഇതിന് മുന്നേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ ആ ഒരു ഇല്ലി തിന്നാൻ വരുന്ന ആനകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇല്ലി അവിടെ നട്ടേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലത്തൊക്കെ ഇല്ലി വന്നത് ഓടിക്കുമ്പോൾ ആന വന്നാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ഇവന്മാർ കൂടുതലും രാത്രിയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇവരിങ്ങനെ പകലൊക്കെ വന്നു തുടങ്ങിയത്. എനിക്ക് ആദ്യമായിട്ടാണ് ഇവരെ എൻ്റെ വീടിനടുത്ത് പകൽ കാണാൻ പറ്റുന്നത്. ഒന്നില്ലെങ്കിൽ ഇവർ പകൽ വന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലുള്ള സമയത്ത് മിക്കപ്പോഴും രാത്രിയിലാണ് ഇവർ വരാറ്. ഞാൻ രാത്രി കൂടുതൽ ഇവർ വന്നാലും വീഡിയോ ഒന്നും എടുക്കാറില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ആന അതേ താഴത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ കൂടെ വേറൊരു ആന ഉണ്ടെന്ന്. ഇവരെന്തായാലും പുഴയിൽ നിന്നൊക്കെ ഒരുമിച്ചാണ് കയറി വന്നതെന്ന് തോന്നുന്നു. താഴത്ത് കിടന്ന് അത് കരയുന്നുണ്ടായിരുന്നു. അതെന്തായാലും അവിടെ കിടന്ന് കരയുന്നത് കണ്ടിട്ടാവണം ഇത് പെട്ടെന്ന് ആ ഒരു വട്ടക്കാടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇത് ആ ഒരു ആനയുടെ അടുത്തേക്ക് പോയതാണോ അതോ വീണ്ടും തിരിച്ചിറങ്ങി പോയതാണോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു ആന അതേ പതുക്കെ ഇനിയിപ്പോൾ വട്ടക്കാടിനുള്ളിലേക്ക് കയറാനുള്ളൊരു പ്ലാനാണ്. ആളെന്തായാലും കുറച്ച് നേരം അവിടെ ഒരു വട്ടക്കാടിനുള്ളിൽ ഭയങ്കര കൂളായിട്ട് നിന്ന് പുല്ലൊക്കെ പറിച്ച് നിന്ന് തിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നേരത്തെ ആ ഒരു കരഞ്ഞ ആനയുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇത് ഇറങ്ങിപ്പോയിട്ടോ. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ നാട്ടിലിപ്പോൾ ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് ആനകൾ വരൽ ഇത്തിരി കൂടുതലാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃഷിയായിട്ട് കൊണ്ടു നടക്കുന്നവർക്കൊക്കെ ഇവരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പെട്ടെന്ന് ഇവരെ കണ്ട് പേടിക്കാനും സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാടിനോട് ചേർന്ന് കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും സ്വാഭാവികമാണ്. അവർക്കും ജീവിക്കണം, നമുക്കും ജീവിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്.